പരിശുദ്ധാത്മാവ് ചിലർക്ക് വേണ്ടിയിട്ട് വ്യക്തമായി നൽകിയിരിക്കുന്ന സന്ദേശമാണ്, മറക്കരുത്. ഡ്രൈ സീസൺ ഇസ് ഓവർ. ഡ്രൈ സീസൺ ഇസ് ഓവർ. നിന്റെ വരണ്ട കാലഘട്ടം തീർന്നു. ക്ഷാമത്തിന്റെ കാലഘട്ടം തീർന്നു. അല്ലെങ്കിൽ എന്നെ ദൈവം ചിന്തിപ്പിച്ച ഒരു ഭാഗമായിരുന്നു യോസഫിന്റെ ജീവിതം. ആമേൻ. ഒത്തിരി സ്വപ്നങ്ങളുള്ള യോസഫ് പല രീതിയിൽ, അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, എല്ലാ രീതിയിലും നല്ല ജീവിതം ജീവിക്കുവാൻ ശ്രമിച്ചവന്. ഭവനത്തിൽ നല്ലവനായിരുന്നു, അപ്പന് നല്ല മകനായിരുന്നു, സഹോദരങ്ങൾക്ക് നല്ലൊരു സഹോദരനായിരുന്നു, സമൂഹത്തിനും ദേശത്തിനും ആയാലും നല്ലൊരു പൗരനായിരുന്നു. അതിനുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പൻ്റെ ഏറ്റവും ഫേവറേറ്റ് സണ്ണാണ്. ഏറ്റവും ഫേവറേറ്റ് സണ്ണായി തീരണമെങ്കിൽ അതിനനുസരിച്ചുള്ള ക്യാരക്ടറും ഉണ്ടാകണം യോസഫിന്, അല്ലേ? ഏറ്റവും നല്ലൊരു സഹോദരൻ എന്ന് പറയാനും കാര്യമുണ്ട്. സഹോദരന്മാർക്ക് ആവശ്യമായ ഭക്ഷണം, സഹോദരന്മാർക്കൊരാവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ മുൻപും പിൻപും നോക്കാതെ വണ്ണം, ക്ഷീണിച്ച് തളർന്ന് മടി പിടിച്ചിരിക്കാതെ വണ്ണം എന്തും ചെയ്യാൻ മനസ്സുള്ള സ്നേഹമുള്ള ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു യോസഫ്. ആരും ഇച്ചിപ്പോന്ന് പറയത്തില്ല, എല്ലാവരും നോക്കിയാലും നല്ലത് മാത്രമേ പറയാനുള്ളൂ. കാരണം അവൻ അത്രത്തോളം അവൻ്റെ ജീവിതത്തെ ക്രമീകരിതമായിട്ട് എത്രത്തോളം നല്ലതാക്കാൻ പറ്റും. ആരും എന്നെ പറ്റി കുറ്റം പറയരുത്, ആരും എന്നെ പറ്റി മോശമായി പറയരുത്. എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരണം, എന്നെ കൊണ്ട് കഴിയുന്നതിൽ ഏറ്റവും നല്ലത് ചെയ്യണമെന്ന് പറഞ്ഞ് വളരെ ഭംഗിയോടും ഉത്തരവാദിത്വത്തോടും കൂടെ ജീവിച്ച ഒരു യോസഫ്. പക്ഷെ യോസഫിൻ്റെ ജീവിതത്തിൽ പരിശോധിക്കുമ്പോൾ അവൻ എത്ര ശ്രമിച്ചിട്ടും, എത്രത്തോളം അവൻ നല്ലൊരു വ്യക്തിയായി തീരാൻ ശ്രമിച്ചിട്ടും, എത്രത്തോളം അവൻ അവൻ്റെ പ്രയത്നങ്ങൾ നല്ലതിന് വേണ്ടി ചെയ്തിട്ടും അവൻ ചെയ്യുന്നതിനൊന്നും ഫലം കാണുവാനേ കഴിയാതെ വണ്ണം, അവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും നല്ലൊരു റിസൾട്ട് വരാതെ വണ്ണം അവൻ്റെ ജീവിതത്തിൽ ഒന്ന് മാറി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പന് നല്ല മകനായിരുന്നു പറഞ്ഞു. പക്ഷേ അപ്പനോട് താൻ കണ്ടൊരു സ്വപ്നത്തെ പറ്റി പറഞ്ഞപ്പോഴേക്കും അപ്പൻ തന്നോട് കോപിക്കുന്നു. തൻ്റെ സഹോദരങ്ങളും ആ സ്വപ്നം കേട്ടപ്പോൾ തന്നെ ഒന്നും ഒളിച്ചു വെക്കാൻ മനസ്സുള്ളവനല്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിൽ കണ്ട സ്വപ്നത്തെ അവൻ സ്നേഹിക്കുന്നവരോട് പങ്കുവെക്കുക മാത്രമാണ് ചെയ്തത്. അപ്പനോട് പറയുന്നു, സഹോദരനോട് പറയുന്നു. പക്ഷേ അവൻ വിശ്വസിച്ച ആൾക്കാരോട് പറഞ്ഞപ്പോൾ തന്നെ അവന് എതിരായി തിരിയുന്ന ഒരവസ്ഥ. അവനോട് ദേഷ്യപ്പെടുന്നു, അവനോട് അസൂയ ഉണ്ടാകുന്നു. എത്ര നന്നായി ജീവിച്ചിട്ടും, എത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും, എത്ര അധ്വാനിച്ചിട്ടും, എത്ര വർക്ക് ചെയ്തിട്ടും യോസഫ് അവസാനം വന്നു പെട്ടത് ഒരു പൊട്ടക്കിണറ്റിലായിരുന്നു. ഹല്ലേലൂയ. അവിടെ നിന്ന് വീണ്ടും ദൈവം അവനെ പുറത്തു കൊണ്ടുവരുന്നു. ഇതോടുകൂടെ എൻ്റെ ജീവിതം ശരിയാകും, ഇതോടുകൂടെ എൻ്റെ ജീവിതം ഉയരും, ഇതോടുകൂടെ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ, ഞാൻ ആഗ്രഹിച്ചതുപോലെ, ഞാൻ കരുതി കൂട്ടിയതുപോലെ എൻ്റെ ജീവിതം നന്നായി തീരുമെന്ന് വിചാരിച്ചുകൊണ്ട് പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവൻ കാൽ വെക്കുന്നത് ഒരു അടിമ കച്ചവടക്കാരുടെ കയ്യിലാണ്. ഹല്ലേലൂയ. അടിമ കച്ചവടക്കാരുടേതായിട്ടുള്ള പക്കലേക്ക് യോസഫ് വീണ്ടും മറ്റൊരു ഘട്ടത്തിലേക്ക് അവൻ്റെ ജീവിതം മാറിപ്പോകുന്നു. വീണ്ടും അവൻ ചിന്തിച്ചു, കർത്താവ്, എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇപ്രകാരം? ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല, ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരുത്തിയിട്ടില്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ദൈവഭക്തനാണ്, ഞാൻ വീട്ടുകാർക്കൊന്നും ദോഷമായി പ്രവർത്തിച്ചിട്ടില്ല, അവർക്കെല്ലാവർക്കും നന്മയെ ചെയ്തിട്ടുള്ളൂ, നാട്ടുകാർക്ക് നന്മയെ ചെയ്തിട്ടുള്ളൂ, അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ ഭംഗിയായി ചെയ്തു. പക്ഷെ എത്ര ഞാൻ ട്രൈ ചെയ്തിട്ടും എൻ്റെ ജീവിതം എന്തുകൊണ്ട് നിരാശപ്പെടുന്ന, വിഷമം കൊണ്ട് വരുന്ന രീതിയിലുള്ള ഒരു ഫെയിലിയറിലേക്ക്, ഒരു തോൽവിയിലേക്ക് എൻ്റെ ജീവിതം എന്തുകൊണ്ട് കടന്നു പോകുന്നു എന്ന് ഒരുപക്ഷെ യോസഫ് ചിന്തിച്ച് കാണാം. അടിമ കച്ചവടക്കാരുടെ കയ്യിൽ അവിടെ കൊണ്ട് തീരുന്നില്ല. അത് കഴിഞ്ഞ് പോത്തിഫർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ അവൻ അടിമ വില ചെയ്യുന്നു. അവൻ വിചാരിച്ചു, ഇനിയെങ്കിലും ഞാൻ ഇവിടെ അധ്വാനിച്ചെങ്കിലും ഞാൻ ജീവിച്ചോളാം, ഇനി എനിക്കൊരു കഷ്ടത വരരുത്, ഞാൻ അധ്വാനിക്കാൻ തയ്യാറാണ്, ഞാൻ പണിയെടുക്കാൻ തയ്യാറാണ്. കർത്താവേ, എനിക്ക് ഇനി ഒരു ബുദ്ധിമുട്ട് വരാതെ വണ്ണം, ഇനിയൊരു നിരാശാജനകമായ അനുഭവം കടന്നു വരാതെ വണ്ണം എന്നെ കാത്തു സൂക്ഷിച്ചോണമേ എന്നൊരു മനസ്സോടുകൂടെ അവൻ നന്നായി അവിടെ അധ്വാനിക്കുന്നു. പക്ഷെ അവൻ്റെ ജീവിതത്തിൻ്റെതായിട്ടുള്ള അനുഭവത്തിൽ വ്യത്യാസം വന്നില്ല. വീണ്ടും പോത്തിഫറിന്റെ വീട്ടിനകത്തും അവന് പ്രതികൂലങ്ങൾ കടന്നു വരുന്നു. പോത്തിഫറിന്റെ ഭാര്യ അവനെതിരായി തിരിയുന്നു, കള്ള കേസുകൾ അവൻ്റെ മേൽ അവൻ ചുമത്തുന്നു. എത്ര മാന്യമായി അവൻ ജീവിക്കാൻ ശ്രമിച്ചിട്ടും അവൻ്റെ പേരിന് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾ, തെറ്റായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ, തെറ്റായ കേസുകൾ അവനെതിരെ ചുമത്തപ്പെടുന്നു. വീണ്ടും അവൻ്റെ ജീവിതം യാത്ര ചെയ്യുന്നത് ഒരു കാരാഗ്രഹത്തിലേക്കായിരുന്നു. കണ്ട സ്വപ്നം എന്നത് തികച്ചും വ്യത്യസ്തമായിരുന്നു. കണ്ട സ്വപ്നം ഇപ്രകാരമായിരുന്നു: തൻ്റെ അപ്പനും അമ്മയും അല്ലെങ്കിൽ സഹോദരന്മാരൊക്കെ
കൊയ്തെടുത്ത കറ്റകളൊക്കെ തൻ്റെ കറ്റയെ നമസ്കരിക്കുന്നത്, തൻ്റെ കറ്റ മാത്രം നിവർന്നിരിക്കുന്നു. ഇതാണ് ഒരു സ്വപ്നം. മറ്റൊരു സ്വപ്നം ഇപ്രകാരമായിരുന്നു: സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്ന ഒരു കാഴ്ച. ഹല്ലേലൂയ. കണ്ട സ്വപ്നം ഒന്ന്, ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ തികച്ചും ഓപ്പോസിറ്റ്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരൊക്കെയോ ഇതുപോലെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. എത്ര ട്രൈ ചെയ്തിട്ടും, ഒരാഴ്ച ട്രൈ ചെയ്തതോ 2 ദിവസം ട്രൈ ചെയ്തതോ അല്ലെങ്കിൽ 1 വർഷം ട്രൈ ചെയ്തതല്ല, വർഷങ്ങളായി ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വർഷങ്ങളായി ചില സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ട്രൈ ചെയ്തിട്ടും ആ സ്വപ്നത്തോട് അടുത്ത് വരാൻ കഴിയാതെ വണ്ണം അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. കൂടെയുള്ളവരെ നോക്കുമ്പോൾ, കൂടെ അധ്വാനിച്ചവരെ, കൂടെ ട്രൈ ചെയ്തവരെ, കൂടെ പഠിച്ചവരെ, കൂടെ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തവർ, കൂടെ ട്രെയിൻ ചെയ്തവർ, ഇവരൊക്കെ നോക്കുമ്പോൾ അവരെല്ലാം നല്ലൊരു നിലവാരത്തിലേക്ക് എത്തി. അവരൊക്കെ നല്ല ജോലി കിട്ടി, നല്ല പ്രൊമോഷൻ കിട്ടി, ചില എക്സാംസ് പാസ്സായി. അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചതുപോലെ നല്ല ഭവനം, നല്ല കാറ്, എല്ലാ രീതിയിലും ഉയർച്ചയും വളർച്ചയും മാത്രം. പക്ഷേ അവരെ പോലെ തന്നെ ഞാൻ അധ്വാനിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ മാത്രം എനിക്കൊരു ഉയർച്ചയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഒരു ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ നിങ്ങളുടെ മേൽ കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ വരണ്ട കാലഘട്ടം ഇവിടെ തീരുകയാ. നിന്റെ വരണ്ട കാലഘട്ടം ഇവിടെ തീരുകയാ. ഡ്രൈ സീസൺ ഇസ് ഓവർ. നിന്റെ വരണ്ട കാലഘട്ടം തീർന്നു. യോസഫേ, നീ കാരാഗൃഹത്തിൽ ജീവിച്ചവന്, നീ അടിമയായി ജീവിച്ചവന്, നീ പൊട്ടക്കിണറ്റിൽ ജീവിച്ചവന്. പക്ഷെ അതുകൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല. നിന്നെ കാരാഗൃഹത്തിലേക്ക് ദൈവം കൊണ്ടെത്തിച്ചത് മറ്റൊന്നുമല്ല, കാരാഗൃഹത്തിൽ നിന്ന് കൊട്ടാരത്തിൽ പോകുന്ന എളുപ്പമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബുദ്ധി കൊണ്ട്, യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ കാരാഗൃഹം എന്ന് പറയുമ്പോൾ ഒരു രാജാവിന് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇടമേ അല്ല. ഹല്ലേലൂയ. ഒന്നുകിൽ രാജ്യദ്രോഹ കുറ്റം, അല്ലെങ്കിൽ ഒരു കുറ്റവാളി, അതായത് മോശപ്പെട്ട കാര്യം. ഒരു രാജാവാകാൻ ഒട്ടും യോഗ്യതയില്ലാത്ത, അല്ലെങ്കിൽ ഒരു അധികാരിയാകാൻ യോഗ്യതയില്ലാത്ത ആൾക്കാർ കിടക്കുന്ന ഇടമാണ് കാരാഗ്രഹം. ഹല്ലേലൂയ. കണ്ട സ്വപ്നം എന്താ? ദൈവം അവനെ മാനിക്കുന്നതായിട്ട്, ദൈവം അവനെ അവൻ്റെ കുടുംബത്തിൽ ഉയർത്തുന്നതായിട്ട്. പക്ഷേ അനുഭവിക്കുന്ന അനുഭവം എന്താ? ഏറ്റവും മോശപ്പെട്ട വ്യക്തികൾ കിടക്കുന്നവരുടെ കൂടെ കിടക്കുകയാണ് കാരാഗ്രഹത്തിൽ, ചെയ്യാത്ത കുറ്റത്തിന്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഇന്ന് നമ്മുടെ യുക്തിയും നമ്മുടെ ബുദ്ധിയും കൊണ്ട് നോക്കുമ്പോൾ കാരാഗ്രഹം എന്നതൊരു അവസാനമായി തോന്നുമായിരിക്കാം. പക്ഷെ ദൈവത്തിനറിയാം, കാരാഗ്രഹത്തിൽ നിന്ന് രാജധാനിയിൽ പോകുവാനായിട്ട് വളരെ എളുപ്പമാണ്. കാരാഗ്രഹത്തിൽ നിന്ന് രാജധാനിയിൽ പോകാൻ വളരെ എളുപ്പമാണ്. നിന്റെ മനസ്സ് പറയും നടക്കത്തില്ല, എല്ലാം തീർന്നു. നിന്റെ അനുഭവ സമ്പത്ത് പറയും എല്ലാം തീർന്നു, അവസാനിച്ചു. പക്ഷെ ദൈവത്തിനറിയാം, നീ കാരാഗ്രഹത്തിൽ എത്തിയാലേ രാജാവിന്റെ മുൻപിൽ പോയി നിൽക്കാനേ കഴിയത്തുള്ളൂ. നീ രാജാവിന്റെ മുൻപിൽ പോയി നിന്നാൽ മാത്രമേ ദൈവം നിന്റെ മേൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകത്തുള്ളൂ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം പരിശോധിക്കുമ്പോൾ ഒരു മനോഹരമായ വാക്യം നമുക്ക് അവിടെ കാണുവാനേ കഴിയുന്നു. യെശയ്യാവ് 35:1 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കുമെന്ന്. ഹല്ലേലൂയ. എത്ര വരണ്ടതാണെങ്കിലും, എത്ര മരുഭൂമിയാണെങ്കിലും പ്രവചന ശബ്ദം ഇങ്ങനെ പറയുക: നീ മരുഭൂമി നിന്നുകൊണ്ട് ആനന്ദിക്കാൻ പോകുക. ഹല്ലേലൂയ. നിന്റെ വരണ്ട നിലങ്ങൾ ആനന്ദിക്കാൻ പോകുക. നിന്റെ വരണ്ട ഭൂമികൾ പനിനീർ പുഷ്പത്തെ പൂക്കുന്ന ഒരു പൂന്തോട്ടം പോലെ പൂത്ത് കാച്ച് ഒരു സമൃദ്ധിയുടേതായിട്ടുള്ള അനുഭവം. ഡ്രൈ സീസൺ മാറി പരിശുദ്ധാത്മാവെന്ന നദി നിന്റെ വരണ്ട അനുഭവങ്ങളെ മാറ്റി ചില വ്യക്തി ജീവിതങ്ങളെ നനയ്ക്കുവാൻ ആഗ്രഹിക്കുകയാ. നിന്റെ ഉത്സാഹത്തെ നഷ്ടപ്പെടുത്തി നിന്റെ സ്വപ്നങ്ങളെ പിടിച്ചു കെട്ടിവെച്ച് നിന്റെ ഉത്സാഹത്തെ, ഉന്മേഷത്തെ നഷ്ടപ്പെടുത്തി വീട്ടിനകത്ത് ഒതുക്കി കൂട്ടിയ നിന്റെ മനസ്സിനെ പൂട്ടിക്കെട്ടിയ അനുഭവങ്ങൾ മാറാൻ പോകുക. വരണ്ട സീസൺ മാറുകയാ, തോൽവികളുടെ സീസൺ മാറുകയാ. ഉയരാൻ കഴിയാതെ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റാതെ സ്റ്റക്കായി കിടക്കുന്ന സീസണിൽ നിന്ന് നീ പുറത്തു വരാൻ പോകുന്ന കാലഘട്ടമായി ഓഗസ്റ്റ് മാസം. വിശ്വസിക്കുന്നവർ എഴുന്നേരുന്നത് പ്രാപിച്ചെടുക്കുക. വിശ്വസിക്കുന്നവർ ദൈവശബ്ദത്തെ പ്രാപിച്ചെടുക്കുക. ഡ്രൈ സീസൺ ഇസ് ഓവർ. പറയ, പിശാചിനെ നോക്കി പറയ, യേശുവിന്റെ സാഹചര്യം നോക്കി പറയ, ഡ്രൈ സീസൺ ഇസ് ഓവർ. വരണ്ട കാലഘട്ടം തീർന്നു, വരണ്ട കാലഘട്ടം തീർന്നു. ഇത് ഞാൻ പൂക്കുന്ന കാലഘട്ടമാ, ഇനി ഞാൻ പൂക്കുന്ന കാലഘട്ടമാ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നീന്തിയിട്ട് കടപ്പാൻ വഹിയാതെ വണ്ണം കുത്തൊഴുക്കാകുന്ന ഒരു കുത്തിയൊഴുകുന്ന
കുത്തിയൊഴുകുന്ന, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ നദി നിന്റെ വരൾച്ചകളെ മാറ്റി, നിന്റെ വരൾച്ചകളെ മാറ്റി നിന്നെ ഒരു പൂന്തോട്ടമാക്കുന്ന പകൽക്കാലമായി. ഓഗസ്റ്റ് മാസം വരണ്ട കാലഘട്ടത്തിന് തീർപ്പ് വരുത്തുന്ന ഒരു കാലഘട്ടമാ. നീ എഴുന്നേൽക്കാൻ പോകുക, നീ എഴുന്നേൽക്കാൻ പോകുക. എഴുന്നേൽക്കുക മാത്രമല്ല, നീ ഓടാൻ പോകുക. ഓടുക മാത്രമല്ല, ചിലർ പറക്കാൻ പോകുന്ന സമയങ്ങളാ. ഭീഷണികൾ നിന്നെ പിടിച്ചു വെച്ചോ? മനുഷ്യന്റെ നാവിൽ നിന്ന് ഭീഷണികൾ നിന്നെ പിടിച്ചു കെട്ടിയോ? സംശയ ചിന്തകൾ നിന്നെ നിരുത്സാഹപ്പെടുത്തിയോ? പലരുടെയും ചോദ്യചിഹ്നങ്ങൾ, പലരുടെയും ഉത്സാഹത്തെ നഷ്ടപ്പെടുത്തുന്ന കുത്തുവാക്കുകൾ നിന്നെ പിടിച്ചു കെട്ടി വെച്ചോ? ഇല്ല, നീ ആ ചങ്ങലകളെ പൊട്ടിച്ച് ഭീഷണികളെ തകർത്തുടച്ചുകൊണ്ട് ജയാളിയായി പുറത്തു വരുന്ന ഒരു ഗാർഡനാകാൻ പോകുക, പൂന്തോട്ടമാകാൻ പോകുന്നു. വീണ്ടും പറയുന്നു, ഞാൻ വീണ്ടും പറയുന്നു, ഡ്രൈ സീസൺ ഇസ് ഓവർ. ഡ്രൈ സീസൺ ഇസ് ഓവർ. ഡ്രൈ സീസൺ ഇസ് ഓവർ. ഒരു ഡ്രൈ സീസണിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നീ. പറയ, എന്റെ വരണ്ട കാലഘട്ടം തീർന്നു, എന്റെ വരണ്ട കാലഘട്ടം തീർന്നു. സാഹചര്യമേ, ഇനി ഞാൻ വരണ്ടിരിക്കത്തില്ല. ഇനി വരൾച്ചയല്ല പിശാചേ, ഇനി നിനക്ക് എന്നെ ഡ്രൈ ആക്കി, എന്റെ ജീവിതത്തെ ഡ്രൈ ആക്കി നിർത്താൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ നദി എന്നെ ഉയർത്തും. ആരാധിച്ച് ജയമെടുക്കുക. ഒന്നേ പറയാനുള്ളൂ, ഒത്തിരി കാര്യങ്ങൾ പറയാനില്ല. ഡ്രൈ സീസൺ തീർന്നു. ഡ്രൈ സീസൺ തീർന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്താ നീ ഒരു ദിവസം ചെയ്യുന്നതെന്ന് പോലും നിനക്ക് അറിയത്തില്ല. ഒന്നും പ്രത്യേകിച്ച് ജീവിതത്തിൽ നടക്കുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും പറയാനുമില്ല. അത്തരത്തിൽ ശൂന്യതയുടെ അനുഭവത്തെ പരിശുദ്ധാത്മാവ് ഓഗസ്റ്റ് മാസത്തിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി ഒരു ഇവന്റ്ഫുൾ ലൈഫ് നിന്റെ ജീവിതത്തിൽ ഇനി മുതൽ കാര്യങ്ങൾ നടക്കും. ഇനി മുതൽ നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ പറയാനായിട്ട് ചില ചരിത്രങ്ങൾ ദൈവം നൽകും, ചില നല്ല അനുഭവങ്ങൾ ദൈവം നൽകുമെന്ന്. ശൂന്യതയുടെ ജീവിതമല്ല, ഇവന്റ്ഫുൾ ലൈഫ്. ഒന്നുമില്ലാത്ത ശൂന്യതയുടെ ജീവിതമല്ല. എന്തൊക്കെയോ ദൈവം എന്റെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിന്, ഞാൻ ചിന്തിച്ചതിന്, ഞാൻ നിരൂപിച്ചതിനും അപ്പുറമായി എന്റെ ദൈവം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് സാക്ഷ്യം പറയുന്ന, സാക്ഷികളെ എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടം. ഡ്രൈ സീസൺ മാറുകയാ. കഴുകനെ പോലെ ചിറകടിച്ചുയരുവാൻ, ദൈവം തന്റെ ശക്തിയെ, തന്റെ അഭിഷേകത്തെ ചില ജീവിതങ്ങളിലേക്ക് പകരുകയാ. നിന്റെ മനസ്സിനെ ദൈവം റീസ്ട്രക്ചർ ചെയ്യുക, റീവയർ ചെയ്യുക. നിന്റെ ചിന്താ രീതികളെ പരിശുദ്ധാത്മാവ് റീവയർ ചെയ്യുക. മടി പിടിച്ചിരിക്കുന്ന മനസ്സുകളെ, മടി പിടിച്ചിരിക്കുന്ന ബ്രെയിൻ സ്ട്രക്ചേഴ്സിനെ പരിശുദ്ധാത്മാവ് റീസ്ട്രക്ചർ ചെയ്ത് പാഷൻ വെച്ച് പിടിപ്പിക്കുന്നു. ഇത് വെറും വാക്കുകളല്ല. പരിശുദ്ധാത്മാവ് ചിലർക്ക് വേണ്ടി വ്യക്തമായി നൽകിയിരിക്കുന്ന സന്ദേശമാണ്. മറക്കരുത്, ഡ്രൈ സീസൺ ഇസ് ഓവർ. നിന്റെ വരണ്ട കാലഘട്ടം തീർന്നു. ക്ഷാമത്തിന്റെ കാലഘട്ടം തീർന്നു. ഇന്നിവിടം വിട്ട് നീ തിരിച്ചു പോകുമ്പോ വെറും കൈ കൊണ്ട് പോകരുത്. ദൈവ ശബ്ദത്തെ പിടിച്ചെടുത്തോണ്ട് പോണം. ഈ ദൂത് പിടിച്ചെടുത്തോണ്ട് പോണം. ഇത് കായ്ക്കും, ഇത് വളരും, ഇത് പൂക്കും, ഇത് കായ്ക്കാൻ പോകുകയാണ്. ഡ്രൈ സീസൺ ഇസ് ഓവർ. യുവാക്കളെ വിദ്യാഭ്യാസം സംബന്ധിച്ച നിന്റെ ഉപജീവനത്തെ സംബന്ധിച്ച്, നിന്റെ ഭാവിയെ സംബന്ധിച്ച എന്ത് ചെയ്തിട്ട് ഒന്നും ശരിയാകുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും, എന്തൊക്കെ ശ്രമിച്ചിട്ടും ഒന്നും ശരിയാകുന്നില്ല. പരിശുദ്ധാത്മാവ് പറയാ, നിന്റെ ജീവിതം എല്ലാ നാളും ഡ്രൈ ആയിരിക്കത്തില്ല, എല്ലാ നാളും എംപ്റ്റി ആയിരിക്കത്തില്ല, എല്ലാ നാളും ശൂന്യമായിരിക്കത്തില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, ഡ്രൈ സീസൺ ഇസ് ഓവർ. എത്ര പരീക്ഷ എഴുതിന് തോക്കുന്നതാണോ? ഒന്നിലും ലിസ്റ്റിൽ വരുന്നില്ല, ഒന്നിലും പേര് വരുന്നില്ല, ഒന്നിലൊന്നും വിളിക്കുന്നില്ല. Dry season is over.
നീ അധ്വാനിച്ചിട്ടും ഒന്നും പേഴ്സിൽ നിൽക്കുന്നില്ല, എല്ലാം ചോർന്നു പോവുകയാണോ? എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നോ? നിന്റെ അധ്വാനം എല്ലാം ബിഗ് സീറോ ആയി തീർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണോ? പരിശുദ്ധാത്മാവ് പറയാ, ഡ്രൈ സീസൺ ഈസ് ഓവർ. തൊടേണ്ടുന്നവരെ തൊട്ടുകൊണ്ടിരിക്കുക, നനയ്ക്കേണ്ടുന്നവരെ നനച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ക്ഷയിച്ചിരിക്കുന്ന ആത്മാക്കളെ ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. ക്ഷയിച്ചിരിക്കുന്ന, ക്ഷീണിച്ചു പോയ മനുഷ്യനെ, ക്ഷീണിച്ചു പോയ മനസ്സുകളെ, ക്ഷീണിച്ചു പോയ ആഗ്രഹങ്ങളെ പരിശുദ്ധാത്മാവ് മജ്ജയും മാംസവും ഉള്ളതായി ജീവൻ പിടിപ്പിക്കുന്ന ഒരു കാഴ്ച, ജീവൻ പിടിപ്പിക്കുന്ന ഒരു കാഴ്ച. നിന്റെ ഉത്സാഹത്തെ കെട്ടിവെച്ചിരിക്കുന്ന കാരാഗ്രഹത്തിന്റെ ചങ്ങലകൾ പൊട്ടി മാറുന്ന ഒരു കാഴ്ച. നിനക്ക് വേണ്ടി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനമല കുരുക്കുവാൻ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം വെളിപ്പെട്ട് നിൽക്കുകയാ. എന്തിനാ? ഡ്രൈ സീസൺ തീർക്കുവാൻ. നനയ്ക്കുക. എല്ലാവരും നനയുന്നില്ല, ശരിയാ, എല്ലാവരും നനയുന്നില്ല. പക്ഷെ നനയേണ്ടത് നനയുകയാ. എല്ലാവരും ഡ്രൈ സീസണിലൂടെ അല്ല പോകുന്നത്, പക്ഷെ ഡ്രൈ സീസണിൽ പോകുന്നവരുണ്ട്. അവർ നനയുക.